നമ്മൾ ചെമ്മീൻ മൊരിഞ്ഞ് വരുന്നു. മൊരിഞ്ഞ് കുറച്ചും കൂടി ഉള്ളു. നമ്മൾ ആഗോലി പൊരിക്കാൻ പോവാം. നമ്മൾ മീനൊന്ന് പൊരിക്കാത്തത് കറിവേപ്പിലൊന്ന് ക്ലീനായിട്ട് നമ്മൾ ആഗോലി റെഡി. ചെമ്മീൻ വറുത്തത് റെഡി. ചെമ്മീൻ നിറച്ചുള്ളത് പൊരിഞ്ഞ് വന്നപ്പോൾ കോയമ്മ പയർ വറുത്താൽ മതി. കോയമ്മയാണോ പ്രാവാണോ? നമ്മൾ ആഗോലിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി കിഴങ്ങ് കണ്ട സംഭവങ്ങളൊക്കെ കുക്കറിൽ വേവിച്ച് പാലൊഴിച്ച് വേവിച്ചിട്ടിടാം. ഇനി നമുക്ക് വേവാനൊന്നുമില്ല, ഒക്കെ വെന്തതാണ്. അപ്പം നമുക്ക് ഈ ഒന്നാം പാലിൽ തന്നെയാണ് എല്ലാ പണിയും. നമ്മളിത് കുറുക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറുക്കി വെക്കാണ്. കുറുക്കുക എന്ന് പറഞ്ഞാൽ വറ്റിച്ച് വെക്കാം. നമ്മൾ പാല് ഫുള്ള് ഒഴിച്ച്, ഒരു തേങ്ങൻ്റെ പാല് ഫുള്ള് ഒഴിച്ച്, ഇനി നമുക്ക് കുറച്ച് മല്ലിയില അല്ലെങ്കിൽ മല്ലിയില തൂവി ഇനി നമുക്ക് ഈ ആഗോലിനെ നമുക്ക് കടത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടിച്ചത് ഒക്കെ മിക്സി പൊടിച്ച് ചിനക്ക് ഉത്സവത്തിന് തീർത്തതാണ്. ഇനിയിപ്പോൾ പൊടിച്ച് വെക്കണം. ഈ പൊടിച്ച് വെക്കാൻ മാത്രമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇതുള്ളൂ. അപ്പോൾ നമ്മളെ ഫിഷ് മോൾ ഇവിടെ റെഡി. നമ്മളത് ഓഫാക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് പറയാൻ പോവാണ്. സമയം 8:30. ഞങ്ങൾ ടൗണിലേക്കൊക്കെ പോവാം. മോനും മോളും, പിന്നെ അപ്പു, അമ്മും, അരുണും, ഞാനും. പിന്നെ മോള് ടൗണിലാണ് ഉള്ളത്. അപ്പോൾ ഇവർ കളിച്ചിട്ട് പോയി കളിച്ചൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനും അവരെ കൂടെ പോവാണ്. കാരണം നാളെ പോവല്ലേ എൻ്റെ കുഞ്ഞ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ ബൈ, പോട്ടെ. എൻ്റെ കുട്ടികളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നില്ലേ? ഹാപ്പി ആയിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? എല്ലാ വിശേഷം ചോദിച്ച് ഞാൻ വരാം കേട്ടോ. എൻ്റെ കുട്ടികൾ വന്ന് അവർ നോക്കിയിരുന്ന് കൂതിയിരുന്നില്ല, നോക്കിയിരിക്കാനും സമയം ഉണ്ടായില്ല. ഗുഡ് നൈറ്റ്. നമ്മുടെ പുതിയ ചുരിദാറാണ്. ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടോ? അത് താഴെയുണ്ട് കേട്ടോ വർക്ക്. മൈ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ നാളെ യൂട്യൂബിൽ വരും. എനിക്കറിയാം, ഞാൻ കാണാറുണ്ട് അമ്മന്റെ യൂട്യൂബ് വീഡിയോ. അടിപൊളി കാറ്. മോളെ നോക്കാം, എന്നോട് തന്നെ കണ്ടില്ല. അമ്മ മുഖം കാട്ടി. ഞാൻ അത് തന്നെ ഇവിടെ നിന്നു. അയ്യോ, നോക്കേ. നമ്മുടെ കുഞ്ഞിനെന്താ വേണ്ടേ? എന്താ പണീന്ന്? ഇത് തിരിയാണെന്നൊന്നും അറിയില്ല.
അല്ലേ? അമ്മ ഇങ്ങനെ കേക്ക് സെൻറ്റർ കോക്കനട്ട് ഇട്ടാലോ? ഈ പിങ്ക് നല്ല ഞാൻ ഇങ്ങനെ നടക്കണമെന്നില്ല. ഇതെന്താടി ഐസ്ക്രീമോ? നമുക്ക് ബ്രോസ്റ്റഡ് സൂപ്പർ. നമുക്ക് ബ്രോസ്റ്റഡ്. ഹലോ ഗൈസ്, നമ്മളെ മോള് നമുക്കൊരു ഗിഫ്റ്റും കൂടി മേടിച്ചു തന്നിട്ടാണ് പോയത്. നമുക്കൊരു പുതിയ മിക്സി. നമ്മളെ മിക്സിൻ്റെ ജാറ്, ഇത് ചെറുത്, അത് വലുത്. ഓക്കെ, നല്ല കുത്തനുള്ള മിക്സി. എപ്പോഴും ഞാൻ ഇതിലിങ്ങനെ വർക്ക് ചെയ്യിക്കുമ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് ഇങ്ങനെ, അപ്പം അതുപോലത്തെ അത് മറ്റേ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ജാറ്. അതെന്തിനുള്ളതാ? പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊന്ന് പൊടിക്കാനുള്ളത്, ഒന്ന് ജ്യൂസ് അടിക്കാനുള്ളത്. ജ്യൂസ് അടിക്കാനുള്ളത്. ജ്യൂസ് അടിക്കാനുള്ളത്. ഹലോ വൈസ്, എൻ്റെ മോള് ഇന്ന് പാലക്കാടേക്ക് പോയി. ഇനി ശനിയാഴ്ച രാവിലെ ആണ് അവർക്ക്, പുലർച്ചെയാണ് ട്രെയിന്. അപ്പോൾ ഇന്ന് കൊണ്ടാക്കാൻ ഞാൻ ഇപ്രാവശ്യം പോയില്ല, മോന് ലീവില്ല. പിന്നെ എൻ്റെ ഇടയിൽ പോയതുമാണ്. സങ്കടവും പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ ഞാനും മോനും കൂടിയാണ്. പിന്നെ ഒരു ദിവസം കൂടി കിട്ടും പോയാൽ. അങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയി. കുറേ സന്തോഷങ്ങൾ തന്ന് ഇനിയും കുറേ സന്തോഷങ്ങൾ തരാൻ വേണ്ടി പോയി. രാവിലെ കരഞ്ഞപ്പോൾ പറഞ്ഞ്, കരയണ്ട, എന്തിനാ കരയണേ, ഞങ്ങളെ ലൈഫ് അവിടെയല്ലേ, നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നന്നായി ഇരിക്കട്ടെ, എപ്പോഴും സന്തോഷമായിട്ട്. രക്ഷ ബേബി സങ്കടം, ഞാൻ കരഞ്ഞിരിക്കുന്നു.
മതി 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 സാറല്ലേ ഓനിഷ്ടല്ല പറയണൊന്നും ഇഷ്ടല്ല ലക്ഷ ബേബി അതെന്റെ മോൻ്റെ ചേച്ചിയുടെ ചേച്ചി ടാറ്റ പറഞ്ഞു പോയോ ടാറ്റ പറഞ്ഞോ ചേച്ചി പോയോ ലണ്ടനിലേക്ക് പോയോ മോനെ ലക്ഷ ചേച്ചി എന്താ പറഞ്ഞേ ചേച്ചി എന്താ പറഞ്ഞ അമ്മനെ നല്ല നോക്കണം എന്ന് പറഞ്ഞോ എടാ അപ്പോൾ ടാറ്റ ഗുഡ് നൈറ്റ്. എൻ്റെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ നല്ല നിമിഷങ്ങളിൽ ഇച്ചിരി സങ്കടം അത് പോയാൽ ഇനി ഒരവിടെ എത്തി വിളിച്ചാലൊക്കെ ഓക്കെ ആവും. ഇന്നിപ്പോൾ ഞാൻ വിളിച്ച് അപ്പോൾ അവർക്ക് പെട്ടിയൊക്കെ പെക്ക് ചെയ്യാണ്ട് കാരണമൊക്കെ പോയി. പിന്നെ എന്താ എമ്പുരാൻ കേട്ടോ സിനിമ ഉണ്ടല്ലോ അതിന് ബുക്ക് ചെയ്ത് അത് കണ്ടിട്ട് പോവാച്ച്. അപ്പോൾ വീഡിയോ അയച്ചു തന്ന് അത് കാണുകയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സന്തോഷം മക്കൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പോവാണ്. അവളവിടെ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. ഓള് വിചാരിച്ച ലൈഫാണ്, പുറത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് എൻ്റെ മോള്. അല്ല ഡെക്സിനെ കുറേ പുന്നാരിച്ച് കുഞ്ചിച്ച് എത്രയാ പുന്നാരിച്ച് എൻ്റെ മോനെ അല്ലേ ഈ ചേച്ചി കുറേ പുന്നാരിച്ചിട്ട് കുറേ സ്നേഹമാണ് ഇവന്. ശ്രീമാവയ്ക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. പക്ഷെ എൻ്റെ നെറുവിൽ കയറിക്കുവേ. ഓനടക്കളുണ്ട്, ഓനടക്കള കെട്ട്. ഓനകത്തേക്കൊന്നും അങ്ങനെ ആക്കാത്തൊന്നുമില്ല. ഓനില്ലേ പിന്നെ സൂചി പെടുക്കണം തോന്നുന്നു, ഓൻ സൂചി പിടിക്കും. അതാണ് ഇവൻ. അതൊന്നല്ല ഇവൻ എപ്പഞ്ഞി പിന്നെ ഉണ്ണേട്ടം വന്നാൽ രാത്രി ഒരു 10-10:30 ആകുമ്പോൾ 11 ഉണ്ണേട്ടം കിടക്കാൻ പോകുന്ന എപ്പോഴാച്ചാൽ അവനെ കൊണ്ടുപോയി ഒന്ന് മുദ്രയിപ്പിക്കും. പിന്നെ പുലർച്ചെ അമ്മായി നീച്ചാൽ 5 മണിക്ക് 4:30 ആകുമ്പോൾ അമ്മായി നീച്ചാൽ അവനെ മുദ്രയിപ്പിക്കുക. അമ്മായിയാണ് ഇവിടെ ആദ്യം നീക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ സന്തോഷകരമായ വീഡിയോ. നിങ്ങളെല്ലാവരും കണ്ടു തോന്നും വിചാരിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റൊക്കെ എനിക്ക് മോൾ തന്ന്. പിന്നെ ഇന്ന് അവളെ കൂടെ പോകാൻ പറ്റിയില്ല. അവളെ കുറേ വിളിച്ചിരുന്നേ, അമ്മ വാ ഏട്ടന് ലീവില്ല മോളെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണേട്ടൻ നാൾ വന്നല്ലേ, ഉണ്ണേട്ടൻ എപ്പോഴൊന്നും അങ്ങനെ വരില്ല. എൻ്റെ പൊന്നിന് മനസ്സിലായി അമ്മയ്ക്ക് സങ്കടമുണ്ട്. അമ്മയ്ക്ക് സങ്കടം വന്ന പല വീട്ടും മാർഗങ്ങൾ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കും. പക്ഷെ അങ്ങനെയൊന്നും നമ്മളെ മക്കൾക്ക് അതൊന്നും പറ്റൂല. അപ്പോൾ അവർ പോയാൽ എന്നെ രക്ഷപ്പെടുള്ളൂ, അവരുടെ ലൈഫ് സെറ്റാവുള്ളൂ. അതുകൊണ്ട് നമ്മളെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കുകയാണ്. അല്ലാണ്ട് നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ തന്നെ നിൽക്കും. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇഷ്ടം. ഉണ്ണേട്ടന് അങ്ങനെയില്ല. ഉണ്ണേട്ടന് പോയിക്കോട്ടെ, കുട്ടികൾ പോട്ടെ, രക്ഷപ്പെടട്ടെ. ഉണ്ണേട്ടൻ ഇവിടെ എത്രയോ കാലം കുഞ്ഞാകുമ്പോൾ പാസ്പോർട്ട് എടുത്തുവെച്ചാൽ ഇതുവരെ എങ്ങോട്ടും പോയില്ല, നാട് വിട്ട് പോയില്ല. എന്ത് പോകാൻ ശ്രമിച്ചില്ല, പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന കാലത്തേ ഉണ്ട്. പിന്നെ മീശ മുളയ്ക്കുന്ന സമയത്ത് എടുത്ത് വെച്ചതാന്ന് തോന്നുന്നു. മീശ നല്ല വന്നിട്ട് കൂടിയില്ല. ഇപ്പം പുതുക്കി വേറെ എടുത്ത് അത് മോളെടുപ്പിച്ചതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ അച്ഛനെ കൊണ്ടുകൊണ്ട് വരുമോ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാൽ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ടൊക്കെ. നമ്മളെ നാടൻ വിട്ട്, നമ്മളെ ഡെക്സ ബേബീനെ വിട്ട്, നമ്മളെ സീവാവിനെ വിട്ട്, നമ്മളെ അമ്പലം വിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുമില്ല. കുട്ടി കിടക്കണമൊക്കെ കിടന്നു തരാണ് അമ്മയ്ക്കില്ലൊട്ടിയ. അമ്മൻ്റെ സങ്കടം എങ്ങനെയാ കുട്ടി മാറ്റുക? അമ്മൻ്റെ സങ്കടം എങ്ങനെയാ മാറ്റുക? അതാ അമ്മൻ്റെ സങ്കടം എങ്ങനെയാ കുട്ടി മാറ്റുക? ടാറ്റ ഗുഡ് നൈറ്റ് പറഞ്ഞ, ഗുഡ് നൈറ്റ് പറഞ്ഞാണ്. ഗുഡ് നൈറ്റ്. എന്നെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പോൾ, കളിക്കൊക്കെ ചെയ്യാൻ. ഇവിടെ ടാറ്റ പറയട്ടെ, എന്നോടല്ല. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. ഉമ്മ ചക്കരമ്മ ഉമ്മ തന്ന് പോ. ബായ്. ഞാൻ ഉറങ്ങട്ടെ. ഉണ്ണേട്ടനെ കാത്തിക്ക. ഞാൻ ഉണ്ണേട്ടൻ വന്നമ്പക്ക് എന്നാ ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. സങ്കടങ്ങളൊന്നും സങ്കടപ്പെട്ട് നിൽക്കുന്നേ ഇഷ്ടമില്ല. അപ്പോഴേക്കും എന്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനെ സങ്കടപ്പെട്ടാലും ഹേയ് അതങ്ങനെയല്ല എങ്ങനെയാണ് ബേബി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആ സങ്കടങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഹാപ്പിയാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവർക്ക്. പക്ഷെ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞാൽ അതവർക്ക് പറ്റില്ല. ചക്കരമ്മ പഞ്ചാരമ്മ എൻ്റെ കുട്ടികളല്ലേ എൻ്റെ കൂടെ ഉള്ളു. ഇനി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടോ. ബായ്.
ഇന്നലെ ഞങ്ങൾ ഈ നേരം ഹൈലൈറ്റ് മാളിലാണ്. എന്തൊക്കെയോ വാങ്ങിച്ചെന്ന് ഒന്നും എനിക്ക് തിന്നാൻ പറ്റായിട്ട് തന്നെ കുറേ ചിത്തായിരുന്നു. ഞാൻ ആകെ എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടം. അത് മോനെ അറിയാം. മോനെ പിന്നെ മോൻ പോയി ഇങ്ങോട്ട് അത് ഓർഡർ ചെയ്ത്, പിന്നെ അവർക്ക് വേണ്ടതൊക്കെ ഓരോ എന്തൊക്കെയോ ഓർഡർ ചെയ്ത്. എന്താ പറയുക, എനിക്കൊരു പീസ് തന്നപ്പോൾ എനിക്ക് വേണ്ട മതിയായി. ഞാൻ ഇന്നലെ ആട് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ച പഠനം മോൻ പറഞ്ഞു, അമ്മ ഇനി കുട്ടികൾക്ക് എടുത്തു കൊടുത്തേക്ക് കേട്ടോ, അമ്മ ഇനി രാത്രിത്തേക്ക് വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞ് അമ്മനോട് പറയണ്ട കേട്ടോ, അമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തരി ഇല്ലാണ്ട് ഇവിടെ കാലിയാക്കിയിട്ട് അമ്മ മക്കൾക്ക് കൊടുക്കും കേട്ടോ. ഞാനതുപോലെ തന്നെ വൈകുന്നേരം മക്കൾക്കൊക്കെ സ്കൂളൊക്കെ പിന്നെ ലീവല്ലേ, ലീവ് എന്ന് പറഞ്ഞാൽ എക്സാം എപ്പോഴെങ്കിലൊക്കെ അല്ലേ. അപ്പം പിന്നെ ബാക്കി അവർക്ക് അങ്ങോട്ട് കൊടുത്തു പോരും. എല്ലാവരും കൂടി വാരി കഴിച്ച്. ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇവർ അങ്ങനെയൊന്നും കഴിക്കില്ല. ഇവർ ഇവിടുന്ന് കുറച്ചെത്തുന്നു, ബാക്കി ഒരു പുറത്തെ ഫുഡ് വാങ്ങും, എന്നിട്ട് അതും കഴിക്കാണ്ട് ബാക്കി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു കളിയാണ്. ലൊട്ടിയ എൻ്റെ കുട്ടിക്കൊക്കെ ഇന്നലെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ന് രാവിലെ ബ്രോസ്റ്റഡ് ചിക്കൻ വേണ്ടി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബായ്. ചക്കരമ്മ പഞ്ചാരമ്മ കേട്ടോ. ചക്കരമ്മ പഞ്ചാരമ്മ എന്ന് പറഞ്ഞപ്പോൾ വരുന്നുണ്ട് വേണ്ടേ.